നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നീതു. ഞാനൊരു പീഡിയാട്രീഷ്യനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചെറിയ ടോപ്പിക്കാണ്. കുട്ടികളെ വീണാൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല. നമ്മുടെ എല്ലാവരും വീട്ടിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്കറിയാം, 6 മാസം മുതൽ 2 വയസ്സ് വരെയായ കുട്ടികൾ ഭയങ്കര ക്യൂരിയസ് ആണ്. അവർ കാണുന്ന എല്ലാത്തിലും വലിഞ്ഞു കയറാനൊക്കെ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. സോ അതിൻ്റെ കൂട്ടത്തിൽ വീഴ്ച സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഈവൻ നമ്മൾ കിടത്തിയിട്ട് കട്ടിലേക്ക് കിടത്തിയാലും അവർ ഉരുണ്ട് വീഴുന്നതും പതിവായിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് അതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളത്, ചെയ്യാൻ പാടില്ലാതെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ഒരു ഫോൾ ഹിസ്റ്ററി ആയിട്ടൊരു കുട്ടി വരുമ്പോൾ നമ്മൾ ആദ്യം പാരന്റ്സിനോട് ചോദിക്കുന്നത് എത്ര പൊക്കത്തിലുള്ള കട്ടിൽ നിന്നാണ് കുട്ടി വീണത് അല്ലെങ്കിൽ സെറ്റ് ചെയ്താണ് വീണത്. 5 അടിയിൽ കൂടുതൽ പൊക്കമാണ് നമ്മൾ എപ്പോഴും ഒരു സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊരു കുട്ടി വീട്ടിൽ വീണാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ യൂഷ്വലി കാണുന്നതാണ് ഉടനെ തന്നെ കുട്ടിയെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കുന്നത്. ബട്ട് അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ്. ഒന്നെന്ന് പറയാൻ നമ്മൾ അങ്ങനെ കുലുക്കുമ്പോൾ കുഞ്ഞിന്റെ ബ്രെയിനൊരു ക്ഷതം ഏൽക്കുകയാണ്. നെക്സ്റ്റ്, ഈ വീണ സമയത്ത് കുഞ്ഞിന് നട്ടലിന് വല്ല ക്ഷതം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഘാതം കൂടുകയും ചെയ്യും. സോ പതുക്കെ കുഞ്ഞിനെ താങ്ങി എഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് തിങ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, കുഞ്ഞ് കരയുന്നുണ്ടല്ലോ, കുഞ്ഞ് നമ്മുടെ കണ്ണിൽ നോക്കുന്നുണ്ട്, 2 കൈയും കാലും അനക്കുന്നുണ്ട്, കാതിൽ കൂടെയോ മൂക്കിൽ കൂടെയോ ബ്ലീഡിംഗ് ഒന്നും വരുന്നില്ല, കുഞ്ഞ് ഓക്കാനോ ഷർദിലോ ഒന്നും വരുന്നില്ല, കുട്ടി ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഇതാണ് നമ്മൾ ഇത്രയും നോക്കേണ്ടത്. പിന്നെ പതുക്കെ കുട്ടിയുടെ തലയും കൈയും കാലും എല്ലാം തടവി നോക്കുക. എവിടെയെങ്കിലും മുഴച്ചിരിപ്പുണ്ടോ, എവിടെ കൂടുതൽ ബ്ലീഡിങ് വരുന്നുണ്ടോ, ഇത്രയാണ് നമ്മൾ ആദ്യം നോക്കേണ്ട ഫസ്റ്റ് തിങ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, കുഞ്ഞിനെ പതുക്കെ മടിയിരുത്തി ആശ്വസിപ്പിക്കുക. ഫസ്റ്റ് നമ്മൾ വായിൽ കൂടെ വെള്ളം ഒന്നും കൊടുക്കത്തില്ല, വെള്ളമോ മരുന്നോ ഒന്നും വായിൽ കൂടെ കൊടുക്കത്തില്ല ആദ്യത്തെ 1/2 മണിക്കൂർ. കാര്യം, ചിലപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ കുഞ്ഞിന് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ആൻഡ് ഈ വീണന്റെ ഒരു വീഴ്ചയിലും പേടിയിലും കുട്ടിക്ക് ഓൾറെഡി ഒരു ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉള്ളതാണ്. സോ ഇപ്പം നമ്മൾ വായിൽ കൂടെ വെള്ളം ഒന്നും കൊടുക്കത്തില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, പതുക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന 2-3 ഐസ് ക്യൂബ്സ് എടുത്ത് തോർത്തിൽ പൊതിഞ്ഞിട്ട് തലയോ വല്ലതും വീണിട്ട് ചതഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെക്കുക. അവിടെ ജസ്റ്റ് ഒന്ന് വെക്കുകയോ പതുക്കെ ഒന്ന് തടവുകയും ചെയ്താൽ മതി. ജെന്റിലായിട്ട് അമർത്തി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ചില വീടുകളിൽ ഐസ് ബാഗ് ഉണ്ടാവും, ഐസ് ബാഗ് വെച്ചാലും മതി. ഇല്ലെങ്കിൽ നല്ല പാല് ഫ്രീസറിൽ വെച്ചിട്ടുള്ള കട്ടയായിട്ടുള്ള പാലുണ്ടെങ്കിൽ അതും ഇടയ്ക്ക് വെക്കുക, ഇടയ്ക്ക് മാറ്റുക, ഇടയ്ക്ക് വെക്കുക, ഇടയ്ക്ക് മാറ്റുക. കാര്യം, നീര് വല്ലതും ഉണ്ടെങ്കിൽ അത് വലിയാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നെക്സ്റ്റ് 1/2 മണിക്കൂറിനൊക്കെ ശേഷം കുഞ്ഞിന് പാലോ വെള്ളമോ എല്ലാം കൊടുത്താൽ മതി. ഫോളായിട്ട് ഏതൊരു കുട്ടി വന്നാലും നമ്മൾ 24 മണിക്കൂർ ഒബ്സർവേഷൻ തന്നെ പറയാറുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് 1 മണിക്കൂറിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വിട്ടിട്ട് 24 hours ഡേഞ്ചർ സൈൻസ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വിടുന്നത്. നമ്മൾ പറയുന്നത്, കുട്ടി നോർമലി എങ്ങനെയാണോ ആക്ടിവിറ്റി അങ്ങനെ തന്നെ ആയിരിക്കണം. ഫുഡൊക്കെ കൊടുക്കുന്നത് സാധാരണ പോലെ തന്നെ കൊടുക്കുക. ഉറക്കവും സാധാരണ പോലെ തന്നെ ചെയ്യുക. കൂടുതൽ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങുമ്പോൾ പോലും ഉണർത്തി നമ്മൾ കുട്ടി ആക്റ്റീവ് ആണല്ലോ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പിക്കുകയും വേണം. ഈ 24 മണിക്കൂറിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്? ഡേഞ്ചർ സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് ഏതൊക്കെയാണ്? കുട്ടിയുടെ ആക്ടിവിറ്റി കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കമായിട്ട് തോന്നുന്നുണ്ട്, കുട്ടി നിർത്താതെ ഛർദ്ദിക്കുന്നുണ്ട്, അതായത് 6-7 തവണ ഒരു ദിവസത്തിൽ തന്നെ ഛർദ്ദിക്കുന്നുണ്ട്, കുട്ടിക്ക് വെട്ടലായിട്ട് വരുന്നു, അല്ലെങ്കിൽ കാതിൽ കൂടെയോ മൂക്കിൽ കൂടെയോ ബ്ലീഡിങ് വരുന്നു, കുട്ടി ഏതെങ്കിലും ഒരു ഭാഗം അനക്കുന്നില്ല, അല്ലെങ്കിൽ വേദന കൊണ്ട് ഭയങ്കരമായിട്ട് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല, കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ തലവേദന അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് മങ്ങല്, ഈ കംപ്ലയിൻസ് ഉണ്ടെങ്കിലാണ് ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നത്, നമ്മൾ വേറെ ഏതെങ്കിലും മരുന്ന് കുട്ടിക്ക് കൊടുക്കണോ കുട്ടി വീണ് കഴിഞ്ഞാൽ എന്നാണ്. യൂഷ്വലി കുട്ടിക്ക് അത്രയും സിവിയർ വേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ മാത്രം കൊടുക്കാവുന്നതാണ്. അതും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പ്രിസ്ക്രിപ്ഷനോട് കൂടി കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്. സോ നമുക്ക് കുട്ടികളെ വീണാൽ ചെയ്യാൻ പാടാത്ത കാര്യം, കുട്ടിയെ എടുത്ത് ഉടനെ തന്നെ കുളിക്കാൻ പാടില്ല, ഉടനെ തന്നെ വെള്ളം കൊടുക്കാൻ പാടില്ല, കുട്ടിയെ കൂടുതൽ ഉറങ്ങാനും സമ്മതിക്കരുത്. അവരുടെ ആക്ടിവിറ്റി ഓക്കെ ആണെന്ന് ഉറപ്പിക്കണം. അടുത്തത്, ഈ പറഞ്ഞിട്ടുള്ള ഡേഞ്ചർ സൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കേണ്ടതും അത്യാവശ്യമാണ്. നന്ദി.